ഹലോ മക്കളെ, ഗുഡ് മോർണിംഗ്. വൃത്തഭാഗങ്ങളിൽ നമുക്ക് പുതിയൊരു ചോദ്യമായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്താണ് ആ ചോദ്യം എന്ന് നോക്കാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ വഴി കൃത്യമായിട്ട് എഴുതാറുള്ളൂ. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഏരിയന്റെ പരപ്പളവാണ് കാണുന്നുണ്ടെങ്കിൽ ഇന്ന ഏരിയന്റെ പരപ്പളവാണ് നമ്മൾ കാണാൻ, ആ ഒരു വരി നമ്മൾ കൃത്യമായിട്ട് എഴുതണില്ല. അതേപോലെ ഇന്ന ഏരിയയാണ് മൈനസ് ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് എഴുതാറില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് പല രീതിക്കും നമുക്ക് എഴുതാം. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ്. പക്ഷെ നമ്മൾ അതിന്റെ കൺസെപ്റ്റ് എന്താണ് നമ്മൾ പറയുന്നത്, ഇന്ന ഏരിയയിൽ നിന്ന് ഇന്ന ഏരിയയാണ് കുറയ്ക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ടീച്ചർ എന്ന് പറയുന്നത് സ്കഫോൾഡർ അല്ലെങ്കിൽ സ്കഫോൾഡിങ് ചെയ്യുന്ന ആളാണ്. അതായത് കുട്ടികളെ ഉത്തരത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ടീച്ചർ ചെയ്യണം എന്നൊരു അഭിപ്രായം എനിക്കില്ല. പകുതി ടീച്ചറും ചെയ്യാം, പകുതി മക്കളും ചെയ്യാം എന്നുള്ളൊരു അഭിപ്രായത്തോടു കൂടിയാണ് ഞാൻ യോജിക്കുന്നത്. അതാണ് കൂടുതൽ കാര്യങ്ങളും നമ്മൾ ബോർഡും എഴുതും, അതിന്റെ ബാക്കി കുട്ടികൾ ചെയ്യട്ടെ, അപ്പോഴേ നിങ്ങളെ ക്രിയേറ്റിവിറ്റിയും കൂടുള്ളൂ. അതാണ് പലപ്പോഴും കുട്ടികൾക്ക് മാത്സ് ബുദ്ധിമുട്ടായി തോന്നുന്നത്. അതായത് നമ്മൾ എന്താണോ ബോർഡും അത് അതേപോലെ കുട്ടികൾ പകർത്തി എഴുതും. അതായത് സ്വന്തമായിട്ട് അവർക്കൊന്നും ക്രിയേറ്റിവിറ്റി ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടെത്തലുകൾ അവർ കണ്ടെത്തണല്ലോ. ഇപ്പം വഴി എഴുതുമ്പോൾ നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ വഴി എഴുതുക, ഇന്ന ഏരിയ ആണ്. അത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. പക്ഷെ ഈ പൈ ഈക്വൽ ടു 3.14 എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് നമ്മൾ കൃത്യമായിട്ട് പറയും അതാണെന്ന്. പക്ഷെ ഈ വഴി എഴുതുന്നതൊക്കെ ഓരോരുത്തരും ഓരോ പോലെയാണ്. അപ്പൊ അത് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. അതേപോലെ മറ്റൊരു കാര്യം എന്താന്ന് ചോദിച്ചാല്, വിശദീകരണം കൂടുമ്പോൾ ഇപ്പോ നമ്മളെ മുന്നിൽ ഒരു ഓഡിയൻസ് ഇല്ല, നമ്മൾ ഫോണിനോടാണ് സംസാരിച്ചത്. ഓഡിയൻസ് ഉണ്ടാകുമ്പോൾ ഈ ഓഡിയൻസിന് അത് മനസ്സിലായോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതാണ് കൂടുതൽ കാര്യങ്ങൾ വിശദീകരണം വീണ്ടും വീണ്ടും പറയാം. അതാണ് കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യത. എനിക്ക് മനസ്സിലായി. പതുക്കെ നമ്മൾ ആ വിശദീകരണങ്ങളൊക്കെ കുറച്ചിട്ട് നമ്മൾ കൊണ്ടുവരട്ടോ. ഓക്കെ, നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 193 ഒരു പേജിൽ 5ാമത്തെ ഒരു ചോദ്യം ഉണ്ട്. വേറൊന്നുമല്ല മക്കളെ, നോക്കടാ. ഒരേ ആരമുള്ള രണ്ട് വൃത്തങ്ങളിൽ ഓരോന്നും മറ്റൊന്നിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ് ചുവടെ വരച്ചിരിക്കുന്നത്. രണ്ട് വൃത്തങ്ങളിലും ഉൾപ്പെടുന്ന ഭാഗത്തിന്റെ പരപ്പളവ് കാണുക അല്ലെങ്കിൽ ഏരിയ കാണുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഒന്നുകൂടി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഒരേ ആരമുള്ള രണ്ട് വൃത്തങ്ങളിൽ, രണ്ട് വൃത്തങ്ങൾ ഉണ്ട്, അയാൾക്ക് എന്താ ഒരേ റേഡിയസ് അല്ലെങ്കിൽ ആരാണ് പറഞ്ഞിട്ടുള്ളത്, മറ്റൊന്നിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ്. അതായത് മറ്റൊന്നിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ചിത്രമാണ്. അതായത് ഈ ഒരു വൃത്തം എന്ന് പറയുന്നത്, ഈ ഒരു സർക്കിള് അല്ലെങ്കിൽ ഈ ഒരു വൃത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കടന്നു പോകുന്നത് ഈ വൃത്തത്തിന്റെ സെന്റർ കൂടെ അല്ലെങ്കിൽ കേന്ദ്രത്തിലൂടെയാണ്. അതായത് ഈ ഒരു സെന്ററും എടുക്കുകയാണെങ്കിൽ നേരെ തിരിച്ചുമാണ്. അതായത് ഈ ഒരു സർക്കിള് കടന്നു പോകുന്നത് ഈ ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടെയാണ്. ഈ ഒരു സർക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് കടന്നു പോകുന്നത് ഈ ഒരു സർക്കിളിന്റെ കേന്ദ്രത്തിലൂടെയാണ്. എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? അതേപോലെ രണ്ട് വൃത്തങ്ങളിലും ഉൾപ്പെടുന്ന ഭാഗത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. രണ്ട് വൃത്തം അതിന്റെ ഉൾപ്പെടുന്ന രണ്ടും ഒരേപോലെ ഉൾപ്പെടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ. അപ്പൊ ഇത്രയും ഏരിയയുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എടാ, ഇതില് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് നമുക്ക് ഒന്നും മനസ്സിലാവില്ലെങ്കിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആണോ പഠിക്കാൻ നമ്മൾ ആലോചിക്കുക. നമ്മള് വൃത്തഭാഗങ്ങൾ പറഞ്ഞുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളും നിലവിൽ പഠിച്ചുള്ളൂ. ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപനീളം കാണാം, അതേപോലെ സെക്ടർ അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ ഏരിയ കാണാൻ. നമ്മളോട് ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു വൃത്താംശം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. വൃത്താംശം ഇല്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോ ഈ ഒരു ആളെന്ന് പറയുന്നത് ഈ ഒരു വൃത്തത്തിന്റെ റേഡിയസ് ആണ്, അതേപോലെ ഈ വൃത്തത്തിന്റെ റേഡിയസ് ആണ്. നിലവിൽ ഇവിടെ വൃത്താംശങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ വൃത്താംശം ഉണ്ടാക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളിട്ടോ മക്കളെ. ഈ ഒരു ഏരിയയും അതേപോലെ ഈ ഒരു ഏരിയയും ഈക്വൽ ആയിരിക്കും. കാരണം ഇത് രണ്ടും ഓരോ വൃത്തത്തിന്റെ ആരങ്ങൾ കൂടി ചേർന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഏരിയ കണ്ടാൽ അതിന്റെ ഇരട്ടിയായിരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇവിടെ വൃത്താംശം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഒരു വൃത്താംശം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ചു നോക്കുക. ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ ഇവിടെ കൊണ്ടുപോയി വരച്ചിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ട ഭാഗം എവിടെയാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ലൈന് വരച്ചു നോക്കുക. ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കുമ്പോൾ ഇയാൾ എത്ര സെന്റിമീറ്റർ ആയിരിക്കും ആലോചിക്കാൻ പറ്റുമോ? ഈ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ
ഈ ഒരു സെന്റർ മുതൽ ഈ സർക്കിളിലേക്കുള്ള ദൂരമാണ് ആരം. ഇത് 2 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ ഇയാളും അതിന്റെ ആരമാണ്. അപ്പൊ ഇയാളും അതിന്റെ 2 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു വൃത്താംശം കിട്ടി. ഇതാ. പക്ഷെ ഈ വൃത്താംശത്തിന്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് റേഡിയസ് അറിയാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ കേന്ദ്രകോണം നമുക്ക് അറിയോ? ഇല്ല, കേന്ദ്രകോണം അറിയൂല. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ ഇതിന്റെ ഏരിയ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, അത് മാത്രം മതിയോ? ഈ ഏരിയയും കൂടി നമുക്ക് വേണ്ടി വരൂലേ? അതും വേണം. അപ്പൊ നമ്മൾ ഈ ഒരു മൂലയെന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇയാളും 2 സെന്റിമീറ്റർ ആയിരിക്കും. നോക്കടാ, ഈ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരമാണ് ആരം. ഇയാൾ 2 സെന്റിമീറ്റർ ആണ്. വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ആരം ഇയാളും ആരമാണ്. ഇയാളും 2 സെന്റിമീറ്റർ ആണ്. ഇത്രയും ഓക്കെ ആണോ? ഇനി നോക്കടാ, 3 വശങ്ങളും തുല്യമാണ്. ഈ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ഈ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമാണ്. 3 വശങ്ങളും തുല്യമായ ത്രികോണത്തെ നമ്മൾ ഒരു പേര് പറയും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. അങ്ങനെയാണെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ കോണും 60 ഡിഗ്രി ആയിരിക്കും. എന്ന് നമുക്കറിയാം. നമുക്ക് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 3 ഏരിയ, ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയയും നമ്മൾ കാണാനാണ് പോകുന്നത്. മക്കളെ, ഇവിടെ നമ്മൾ ഒരു വൃത്താംശം ഉണ്ട്. ആ വൃത്താംശത്തിനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് കൊണ്ടാട്ടോ. ഇവിടെ ഒരു വൃത്താംശം ഉണ്ട്. ആ വൃത്താംശത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. 2 സെന്റിമീറ്റർ ആണ്. അതിന്റെ കേന്ദ്രകോൺ അത് 60 ഡിഗ്രിയും ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് മക്കളെ ഇവിടെ ഒരു വൃത്താംശം കൂടി ഉണ്ട്. ഇത്രയും ഒരു വൃത്താംശം. അയാളെയും നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഒരു വൃത്താംശം ഇവിടെയുണ്ട്. നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇയാളും എത്രയാ? 60 ഡിഗ്രിയാണ്. സെയിം സാധനം നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് കണ്ടത് ഈ ഏരിയയും കൂട്ടിയതാണ് നമുക്ക് വേണ്ടത്. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം. നമ്മൾ ഈ ഒരു വൃത്താംശത്തിന്റെ ഏരിയ കണ്ടോന്ന് വിചാരിക്കാം. ഓക്കെ, അതേപോലെ ഈ വൃത്താംശത്തിന്റെ ഏരിയയും കണ്ടു എന്ന് വിചാരിക്കാം. കാണുമ്പോ നമുക്കൊരു ഉത്തരം കിട്ടും. പക്ഷെ ആ ഉത്തരം കിട്ടുമ്പോ നമ്മൾ ഇവിടെ ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ 2 പ്രാവശ്യം നമ്മൾ കൂട്ടുന്നുണ്ട്. അതായത് 2 വൃത്താംശത്തിന്റെ ഏരിയയും കാണുമ്പോൾ നമുക്ക് ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ 2 വട്ടം കൂട്ടുന്നുണ്ട്. നമുക്ക് 2 വട്ടം കൂട്ടേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ല, ഒരു വട്ടം കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ രണ്ട് വൃത്താംശം അല്ലെങ്കിൽ സെക്ടറിന്റെ ഏരിയയും കണ്ടിട്ട് അതിൽ നിന്ന് ഒരു വട്ടം ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കുറയ്ക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു വൃത്താംശത്തിന്റെ അല്ലെങ്കിൽ ഒരു സെക്ടറിന്റെ ഏരിയ കാണാനുള്ള സമവാക്യമാണ് π × r²θ/360. ഓക്കെ, നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഈ 2 സെക്ടറിന്റെയും ഏരിയ നമ്മൾ കാണും. അതിന് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കുറയ്ക്കും. അപ്പോൾ 2 വൃത്താംശങ്ങളും തുല്യമാണ്. എന്താ 2 വൃത്താംശങ്ങളും തുല്യമാണ് പറയാൻ കാരണം ഈ 2 വൃത്താംശങ്ങളുടെയും റേഡിയസ് ഈക്വൽ ആണ്. അതേപോലെ കേന്ദ്രകോണും ഈക്വൽ ആണ്. ഈ ഒരു വൃത്താംശം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ 60 ആണ്. നമ്മൾ തിരിച്ച് ഇയാൾ എടുക്കുകയാണെങ്കിലും ഇയാളതും 60 ഡിഗ്രിയാണ്. ഇയാളെ റേഡിയസും ഈക്വൽ ആണ്. അതേപോലെ ഇയാളെ 2 വൃത്താംശത്തിന്റെയും ഏരിയയും ഈക്വൽ ആയിരിക്കും. അപ്പം 2 വൃത്താംശം π r²θ/360 ഡിഗ്രി. അതൊന്നും നമ്മൾ കുറയ്ക്കേണ്ടത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള സമവാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. a²√3/4 എന്ന്. a ഒരു വശമാണ്. നമുക്കതറിയില്ലെങ്കിൽ ഹാഫ് BH വെച്ചും കാണാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഹാഫ് BH ത്രികോണത്തിന്റെ ഏരിയ കാണാനുള്ള സമവാക്യമാണ് ഹാഫ് BH എന്ന് പറയുന്നത്. നമുക്ക് ഹാഫ് BH നമുക്ക് അറിയണത് ആകെ ഹാഫ് BH ആണ്. കൂടുതൽ നമ്മൾ ആലോചിച്ച് വെക്കണം. a²√3/4 പറഞ്ഞുള്ള ഇക്വേഷൻ കൂടി ഉണ്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കാണാൻ. നമ്മളിവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
ഈ ഒരു ഇക്വേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എച്ച് കാണണം. എച്ച് കാണാനുള്ള ഇക്വേഷൻ ആണ് a√3/2. നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, a²√3/4 ഇയാള് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു പൈ നമുക്കറിയാം, റേഡിയസ് നമുക്കറിയാം, റേഡിയസ് 2 ആണ്. അപ്പൊ 2² എന്ന് വരും. തീറ്റയും നമുക്കറിയാം 60 ഡിഗ്രി ആണ്. ബൈ 360 മൈനസ് എ നമുക്കറിയില്ലേ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഒരു വശം നമുക്കറിയാം 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ എക്ക് പകരം 2 എന്ന് കൊടുക്കുക. അപ്പൊ 2²√3/4 എന്ന് വരും. ഓക്കെ, ഈ സീറോയും കട്ട് ചെയ്യാം. അതേപോലെ ഈ 6ഉം ഈ 36ഉം കട്ട് ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കിട്ടും 6×6 ആണ്, 6 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് അതേപോലെ ഈ 2² എന്ന് പറയുന്നത് 4 ആണ്. താഴെ നമുക്കൊരു 4 ഉണ്ട്. ഈ 2²ഉം 4ഉം നമ്മൾ കട്ട് ചെയ്യും. സാധനം നമുക്ക് വരും 2 ഇൻറ്റു ഇവിടെ ഒരു 2² ഉണ്ട്. അപ്പൊ 2²ഉം പൈയും താഴെ ഒരു 6 ഉണ്ട്. 4π/6 മൈനസ് അവിടെ ഒരു √3 ഉണ്ട് മക്കളെ, നോക്കടാ, ഈക്വൽ ടു ഈ 4നെയും 6നെയും നമുക്ക് കട്ട് ചെയ്തൂടെ? 4ൽ എത്ര 2 ഉണ്ട്? 2 വെച്ചിട്ട് കട്ട് ചെയ്യാം. 2 × 2 4 ആണ്. 2 × 3 6 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനം കിട്ടും 4π. ഇതാ 2 × 2π 4π/3 മൈനസ് √3 എന്ന് കിട്ടും. നിലവിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഈ 4π/3 മൈനസ് √3 എന്ന് പറയുന്നത് ഈ ഏരിയയും കൂട്ടിയതാണ്. അതായത് ഇതാ ഈ ഏരിയ കൂട്ടിയിട്ടുള്ളതാണ്. പക്ഷെ നമുക്ക് ആ ഏരിയ മാത്രം മതിയോ? പോരാ, നമുക്ക് ഈ ഒരു വലിയ ഏരിയ ആണ് വേണ്ടത്, അല്ലേ? ഈ ഏരിയയും ഈക്വൽ ആണെന്ന് പറയുന്നത്, അതായത് ഇയാളെ ഇരട്ടിയായിരിക്കും ഈ വലിയ ഏരിയ എന്ന് പറയുന്നത്. അയാളെ നമ്മൾ എന്താ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്താ അയാളെ വലിയ ഏരിയ കിട്ടും. അപ്പൊ 2 × 4π/3 മൈനസ് √3 എന്ന് കിട്ടും. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. 2 × 4π 8π/3 മൈനസ് 2 × √3 എത്ര മക്കളെ? 2√3 ആണ്. ഓക്കെ, ഇത് ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ. ഇത്രയും ഉത്തരം കിട്ടിയാൽ തന്നെ നമുക്ക് മതി. സോൾവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാൻ സോൾവ് ചെയ്താലും പ്രശ്നങ്ങളൊന്നുമില്ല. പൈക്ക് 3.14 കൊടുക്കാം, √3ക്ക് 1.73 കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ.